ഹലോ ഡിയർ സ്റ്റുഡൻസ്, ടോപ്പ് ട്യൂഷൻ്റെ SSLC കെമിസ്ട്രി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാപ്റ്റർ 1 നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമെറിസം. ഈ ചാപ്റ്ററിലെ ലെറ്റസ് അസസ് സെക്ഷൻ നമുക്കിന്ന് കവർ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 6 കാർബൺ ആറ്റമുള്ള ഒരു കാർബൺ ചെയിൻ നമുക്ക് തന്നിട്ടുണ്ട്. ഈ കാർബൺ ചെയിനിൽ ഹൈഡ്രജൻ ആറ്റത്തിനെ ആഡ് ചെയ്ത് ഈ ഹൈഡ്രോ കാർബണിൻ്റെ സ്ട്രക്ചർ കംപ്ലീറ്റ് ചെയ്യാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോ കാർബണിലും എത്ര ഹൈഡ്രജൻ ആഡ് ചെയ്യണം എന്നുള്ളത് നമ്മളെങ്ങനെ വിലയിരുത്തുന്നത്? കാർബണിൻ്റെ ആറ്റമിക് നമ്പർ 6 ആണ്, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2,4 ആണ്. അതായത് ഷെല്ലിൽ 2 ഇലക്ട്രോൺ, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺ. കാർബണിന് ഒക്ടറ്റ് അഷ്ടത കൈവരിക്കാൻ വേണ്ടി മിസ്സിംഗ് ആയിട്ടുള്ളത് 4 ഇലക്ട്രോൺ ആണ്. ആ 4 ഇലക്ട്രോണിന് വേണ്ടി ഈ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ 4 ഇലക്ട്രോൺ CH ഹൈഡ്രജനുമായിട്ട് ഷെയർ ചെയ്ത് അങ്ങനെ ഔട്ടർ മോസ്റ്റിൽ കാർബണിന് ഓൾറെഡി ഉള്ള 4 പ്ലസ് ഹൈഡ്രജനിൽ നിന്ന് ഷെയർ ചെയ്ത് കിട്ടുന്ന ആ 4 അങ്ങനെ 8 ആക്കാനാണ് കാർബൺ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ എല്ലാം സിംഗിൾ ബോൺസ് ആണ് ഈ കാർബൺ ഉണ്ടാക്കുന്നതെങ്കിൽ ഈ ഓരോ ഇലക്ട്രോൺ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഓരോ ഇലക്ട്രോണും ഓരോ CH ബോണ്ട് ഉണ്ടാക്കും. അപ്പോൾ നമുക്ക് ഹൈഡ്രജൻ ഫില്ല് ചെയ്യാൻ പറ്റുന്ന 4 എണ്ണം CH ബോണ്ടിൽ ഫില്ല് ചെയ്യാൻ പറ്റും. ഇനി ഇപ്പോൾ കാർബൺ ഒരു ഡബിൾ ബോണ്ടാണ്, ഈ ചെയിനിൽ ഒരു ഡബിൾ ബോണ്ട് ആണെന്നുണ്ടെങ്കിൽ ആ ഡബിൾ ബോണ്ടിൻ്റെ ഇതിൽ 2 ഇലക്ട്രോണിൽ പോകും. പിന്നെ ബാക്കിയുള്ള 4ൽ നിന്ന് 4-2 ഈ 2ൽ മാത്രമേ CH ബോണ്ട് വരുള്ളൂ. അതുമാതിരി ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിലും 4ൽ 3 ട്രിപ്പിൾ ബോണ്ടിൽ പോകും. റിമൈനിങ് 1 ഇലക്ട്രോൺ മാത്രമേ ഒരു CH ബോണ്ട് ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ എത്ര ഈ കാർബൺ ചെയിൻ അനലൈസ് ചെയ്ത് സിംഗിൾ ബോണ്ട് ആണോ ഡബിൾ ബോണ്ട് ആണോ അത് ട്രിപ്പിൾ ബോണ്ട് ആണോ എന്നൊക്കെ അനുസരിച്ചിട്ട് ബാക്കി എത്ര നമുക്ക് CH ബോണ്ട് ഫില്ല് ചെയ്യണോ അങ്ങനെയാണ് ഈ സ്ട്രക്ചർ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഫില്ല് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ നമുക്ക് തന്നിരിക്കുന്ന ഈ 6 കാർബൺ ആറ്റമുള്ള ഈ ഹൈഡ്രോ കാർബണിൻ്റെ മോളിക്കുലർ ഫോർമുല എഴുതാനാണ് സെക്കൻഡ് ആയിട്ട് ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ആദ്യം നോക്കുക, ഇതിനകത്ത് ഈ ബോണ്ട് സിംഗിൾ ബോണ്ടാണോ ഡബിൾ ബോണ്ടാണോ ട്രിപ്പിൾ ബോണ്ടാണോ എന്ന് നോക്കാം. സിംഗിൾ ബോണ്ടായ കോമ്പൗണ്ടിന് നമ്മൾ പറയും ആൽക്കെയിൻസ്, ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ ആൽക്കീൻസ്, ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ ആൽക്കൈൻസ്. ഇനി ആൽക്കെയിൻ ആണ്, അതായത് ഓൺലി സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളെങ്കിൽ ആൽക്കെയിൻ, അതിൻ്റെ ഹോമലോഗ സീരീസ് CnH2n+2 നമ്മൾ ലാസ്റ്റ് ഇയറിൽ ഓർഗാനിക് കെമിസ്ട്രി ചാപ്റ്ററിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആൽക്കെയിൻ ആണ് നമുക്ക് തന്നിരിക്കുന്നത്, എല്ലാം സിംഗിൾ ബോണ്ടാണ്. അപ്പോൾ ഇത് ആൽക്കെയിൻ ആണെന്ന് നമുക്ക് മനസ്സിലായി. ആൽക്കെയിൻ ആണെന്നുണ്ടെങ്കിൽ ഹൈഡ്രജനും കാർബണും തമ്മിലുള്ള റിലേഷൻ CnH2n+2. അപ്പോൾ നമുക്ക് അതനുസരിച്ചിട്ട് മോളിക്കുലർ ഫോമിൽ എഴുതാൻ പറ്റും. ഇനി ഇവിടെ ഡബിൾ ബോണ്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് CnH2n, അതൊരു ആൽക്കീൻ ആയിരിക്കും. ഏതെങ്കിലും ഒരു ട്രിപ്പിൾ ബോണ്ട് ഉണ്ടായിരുന്നെങ്കിൽ അത് ആൽക്കൈൻ ആണ്. അപ്പോൾ ഹൈഡ്രജനും കാർബണും തമ്മിലുള്ള റിലേഷൻ വരുന്നത് CnH2n-2. അപ്പോൾ ഈ കേസിൽ എല്ലാം സിംഗിൾ ബോണ്ടാണ്. അപ്പോൾ നമ്മളിത് ആൽക്കൈൻ ആണെന്ന് കൺക്ലൂഡ് ചെയ്തു, CnH2n+2. അപ്പോൾ 6 കാർബൺ ആറ്റം ആകുമ്പോൾ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം 2 × 2n+2 ആണല്ലോ, 2 × 6+2 അപ്പോൾ 14. മോളിക്കുലർ ഫോർമുല C6H14. ഫസ്റ്റ് ക്വസ്റ്റ്യൻ C ചോദിച്ചിരിക്കുന്നത് ഇതിൽ മെയിൻ ചെയിനിൽ എത്ര കാർബൺ ആറ്റം ഉണ്ടെന്ന്. എങ്ങനെയാണ് മെയിൻ ചെയിൻ കണ്ടുപിടിക്കുന്നത്? കാർബണിൻ്റെ ഒരറ്റം മുതൽ തുടർച്ചയായിട്ട് നമുക്ക് എത്ര കാർബൺ ആറ്റം കിട്ടുന്നുവെന്ന് നോക്കാം. 1, 2, 3, 4 ഈ ഒരു പാത്ത് എടുക്കുകയാണെങ്കിൽ ഇതിൽ 4 കാർബൺ ആറ്റമാണ് ഉള്ളത്. ബ്രേക്ക് ചെയ്താതെ തുടർച്ചയായി എടുക്കുന്ന കൗണ്ടാണ് നമ്മൾ എടുക്കേണ്ടത്. ഇനി നമ്മൾ ഇങ്ങനെ കൗണ്ട് ചെയ്താലോ, 1, 2, 3, 4, 5. അപ്പോൾ ഈ ഒരു പാത്തിൽ കൂടെ ട്രാവൽ ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് നമുക്ക് 5 കാർബൺ ആറ്റം കിട്ടി. അപ്പോൾ കൂടുതൽ കാർബൺ ആറ്റമുള്ള ആ പാത്തിനെയാണ് നമ്മൾ മെയിൻ ചെയിനിന് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഈ എക്സാമ്പിളിലുള്ള മെയിൻ ചെയിൻ ഇതാണ്. ഈ മെയിൻ ചെയിനിൽ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 5. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് IUPAC നെയിം ഈ ഹൈഡ്രോ കാർബണിൻ്റെ എഴുതാനാണ്. IUPAC നെയിം കാണുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ മെയിൻ ചെയിൻ ആദ്യം കണ്ടുപിടിക്കണം. ഇതാണ് മെയിൻ ചെയിൻ. ഇനി എന്താണ് ഇതിനകത്ത് ബ്രാഞ്ച് അവൈലബിൾ ആയത്? ഇതാണ് നമ്മുടെ ബ്രാഞ്ച്. ഈ ബ്രാഞ്ചിനെ പറയുന്ന പേര് മീഥൈൽ എന്നാണ്. കാരണം ഇത്
CH3 ആണ് ഈ മീഥൈൽ ഗ്രൂപ്പ്. ഇതാണ് ഇതിൻ്റെ ബ്രാഞ്ചായി വന്നിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത് നോക്കേണ്ടത് ഈ ബ്രാഞ്ച് മെയിൻ ചെയിനിൽ ഏത് കാർബൺ ആറ്റവുമായിട്ടാണ് ലിങ്ക് ചെയ്ത് വന്നിരിക്കുന്നതെന്ന്. അപ്പോൾ അത് നോക്കാനായിട്ട് നമ്മൾ ഒരറ്റം മുതൽ കാർബണിൻ്റെ പൊസിഷൻ നമ്പർ കൊടുക്കണം. 1 2 3 4 5. മെയിൻ ചെയിനിന് നമ്മൾ ഇങ്ങനെ നമ്പർ ചെയ്യുമ്പോൾ ഈ ബ്രാഞ്ച് വന്നിരിക്കുന്നത് 3rd കാർബൺ ആറ്റത്തിലാണ്. ഇനി നമുക്ക് വേണ്ടിയത് ബ്രാഞ്ച് എപ്പോഴും ഏറ്റവും ചെറിയ നമ്പർ പൊസിഷനിലായിരിക്കണം. അപ്പോൾ ഈ കേസിൽ നോക്കുമ്പോൾ 3ാമത്തെ പൊസിഷനിലാണ്. നമുക്ക് നമ്പറിങ് ഈ താഴെ മുതൽ നിന്ന് തുടങ്ങിയാലോ. 1 2 3 4 5. മെയിൻ ചെയിനിലെ കാർബൺ ആറ്റത്തിന് മാത്രമാണ് നമ്പറിങ് നടക്കുള്ളൂ. അപ്പോൾ ഈ നമ്പറിങ് ഈ താഴെ നിന്ന് തുടങ്ങുമ്പോഴേക്കും അതും 3rd കാർബൺ ആറ്റത്തിലാണ് ഈ ബ്രാഞ്ച് വരുന്നത്. അപ്പോൾ നമുക്ക് ഒന്നുമില്ലെങ്കിൽ ഈ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഈ നമ്പറിങ്ങോ രണ്ടും സെയിം ഇഫക്റ്റ് ആണ്. ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. മനസ്സിലായി? മീഥൈൽ ഗ്രൂപ്പാണ് ഈ ഹൈഡ്രോ കാർബണിലെ 3rd കാർബൺ ആറ്റത്തിലേക്കാണ് ഈ മീഥൈൽ ഗ്രൂപ്പ് ലിങ്ക് ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പോൾ IUPAC നെയിം നമ്മൾ എഴുതുന്നത് 3, അതായത് 3rd കാർബൺ ആറ്റത്തിലേക്ക് മീഥൈൽ ഗ്രൂപ്പ് ഉണ്ടെന്ന്. ഇനി ഈ ഭാഗം പെൻറ്റെയിൻ, അതെങ്ങനെ കിട്ടിയത്? ഈ മെയിൻ ഗ്രൂപ്പിൽ മെയിൻ ചെയിനിൽ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 5 കാർബൺ ആറ്റം. എല്ലാം സിംഗിൾ ബോണ്ടാണ്. സിംഗിൾ ബോണ്ടായിട്ടുള്ള 5 കാർബണിൻ്റെ പേര്, ഹൈഡ്രോ കാർബണിൻ്റെ പേര് റൂട്ട് വേർഡ് പെൻറ്റ് ആണ്. C5 ആവുമ്പോൾ പെൻറ്റ്. അപ്പോൾ ആൽക്കെയിൻ ആയത് കാരണം സിംഗിൾ ബോണ്ട്, ആൽക്കെയിൻ ആയത് കാരണം പെൻറ്റെയിൻ. അപ്പോൾ ഇതിൻ്റെ IUPAC നെയിം വരുമ്പോൾ 3 മീഥൈൽ, അതായത് 3rd കാർബൺ ആറ്റത്തിലേക്ക് ഒരു മീഥൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത ഒരു പെൻറ്റെയിൻ ആണ് ഇത്. അപ്പോൾ ഇതിൻ്റെ പേര് 3 മീഥൈൽ പെൻറ്റെയിൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, നമുക്ക് ഹൈഡ്രോ കാർബൺസ് തന്നിട്ടുണ്ട്. അതിൻ്റെ IUPAC നെയിം ഈ സ്ട്രക്ചറൽ ഫോർമുലയിൽ നിന്ന് എഴുതണം. ഫസ്റ്റ് എ, ഇതൊരു സിംഗിൾ ബോണ്ടുള്ള ഹൈഡ്രോ കാർബൺ ആണ്. അപ്പോൾ ഇതിൻ്റെ ആദ്യം നമ്മൾ മെയിൻ ബ്രാഞ്ച് കണ്ടുപിടിക്കണം. 1 2 3 4 5. ഈ ഒരു ബ്രാഞ്ച് എടുത്താൽ 5 കിട്ടും. 1 2 3 4 5 6. അപ്പോൾ മനസ്സിലായി, ഇതാണ് മെയിൻ ബ്രാഞ്ച്. മെയിൻ ബ്രാഞ്ചിനെ നമുക്ക് നമ്പർ ചെയ്യാം. ഇവിടെ മുതൽ നമ്പർ ചെയ്യുമ്പോൾ 1 2 3 4. 4th കാർബണിലാണ് ഈ CH3 മീഥൈൽ ഗ്രൂപ്പ് ഉള്ളത്. ഈ വശത്ത് നിന്ന് നമ്പർ ചെയ്താലോ 1 2 3. 3rd കാർബൺ ആറ്റത്തിലായിരിക്കും ഈ CH3 മീഥൈൽ ഗ്രൂപ്പ് വരുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടിയത് കുറവ് പൊസിഷൻ നമ്പർ വരുന്ന സ്ഥലത്തായിരിക്കണം ബ്രാഞ്ച് വേണ്ടത്. അപ്പോൾ 1 2 3 ഇതാണ് കറക്റ്റ് നമ്പറിങ്. അപ്പോൾ ഇതിൻ്റെ IUPAC നെയിം 3rd കാർബൺ ആറ്റത്തിൽ ഒരു മീഥൈൽ ഗ്രൂപ്പുള്ള 1 2 3 4 5 6. 6 കാർബൺ ആറ്റമുള്ള ഒരു ആൽക്കെയിൻ. 6 കാർബൺ ആറ്റമുള്ള ആൽക്കെയിൻ ഹെക്സെയിൻ. അപ്പോൾ ഹെക്സെയിനിൽ 3rd കാർബൺ ആറ്റത്തിൽ മീഥൈൽ ഗ്രൂപ്പ്, അതിനെ നമ്മൾ പറയും 3 മീഥൈൽ, അതായത് 3rd കാർബൺ ആറ്റത്തിൽ മീഥൈൽ. ദെൻ ഇതൊരു 6 കാർബൺ ആറ്റമുള്ള ഹെക്സെയിൻ. സിംഗിൾ ബോണ്ട് ആണല്ലോ എല്ലാം. സിമിലർലി നെക്സ്റ്റ് 1 2 3 4 5 6. ഇതും ഒരു 6 കാർബൺ ആറ്റമുള്ള ഹൈഡ്രോ കാർബൺ ആണ്. ഇതിൽ ബ്രാഞ്ചസ് ഒന്നുമില്ല, പക്ഷേ ഡബിൾ ബോണ്ടാണ് ഇതിലുള്ളത്. ഡബിൾ ബോണ്ടിൻ്റെ പൊസിഷൻ സാധാരണ നമ്മൾ എഴുതാറുള്ള ആൽക്കീൻ എഴുതാൻ നേരത്ത് ഫസ്റ്റ് കാർബൺ ആറ്റത്തിൽ തന്നെ ആയിരിക്കും ഹെക്സീൻ എന്ന് പറയുമ്പോൾ മാർക്ക് ചെയ്യുക. പക്ഷേ ഇവിടെ കാർബണിൻ്റെ പൊസിഷൻ, ഡബിൾ ബോണ്ടിൻ്റെ പൊസിഷൻ 2nd കാർബണിലേക്ക് മാറിയിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ IUPAC നെയിമിൽ അത് ഹിൻറ്റ് ചെയ്യണം. അതിനുള്ള വഴി ഈ ഡബിൾ ബോണ്ടിൻ്റെ പൊസിഷൻ കുറവ് പൊസിഷൻ നമ്പറിൽ വരുന്ന വിധത്തിൽ മാർക്ക് ചെയ്യണം. ഈ വശത്ത് നിന്ന് മാർക്ക് ചെയ്യുമ്പോൾ 4th കാർബൺ ആറ്റത്തിലാണ് ഡബിൾ ബോണ്ട് വരുന്നത്. ഈ വശത്ത് നിന്ന് മാർക്ക് ചെയ്യുമ്പോൾ 2nd കാർബൺ ആറ്റത്തിലാണ് ഈ ഡബിൾ ബോണ്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ പൊസിഷനിങ് എടുക്കാം. അപ്പോൾ 2nd പൊസിഷനിലുള്ള ഡബിൾ ബോണ്ട് വരുന്ന ഹെക്സീൻ, അതിനെ നമ്മൾ എഴുതും ഹെക്സ് 2 ഈൻ. അതായത് ഹെക്സീനിൽ സാധാരണ പറയുമ്പോൾ ഹെക്സ് 1 ഈനെയാണ് നമ്മൾ ഹെക്സീൻ എന്ന് പറയുന്നത്. അതായത് ഫസ്റ്റ് കാർബൺ ആറ്റത്തിൽ തന്നെ ഡബിൾ ബോണ്ട് വരുമ്പോൾ, ഇത് 2nd കാർബൺ ആറ്റത്തിലേക്ക് ഡബിൾ ബോണ്ട് വരുമ്പോൾ അതിനെ നമ്മൾ ഹിൻറ്റ് ചെയ്യുമ്പോൾ ഹെക്സ് 2 ഈൻ. ആ പൊസിഷൻ നമ്പറാണ് ഇവിടെ കൊടുക്കുന്നത്. സിമിലർലി ഇതൊരു ട്രിപ്പിൾ ബോണ്ടാണ് ഈ 2nd പൊസിഷനിലേക്ക് മാറി വരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഈ നമ്പറിങ്ങിലാണ് ട്രിപ്പിൾ ബോണ്ടിന് മിനിമം നമ്പർ കിട്ടുന്നത്. അപ്പോൾ 2nd പൊസിഷനിൽ ട്രിപ്പിൾ ബോണ്ടുള്ള ഹെക്സൈൻ ആണ്. അതിനെ നമ്മൾ എഴുതും ഹെക്സ് 2nd പൊസിഷനിൽ ട്രിപ്പിൾ ബോണ്ട് വരുന്ന അയൺ. അത് ട്രിപ്പിൾ ബോണ്ട് ആണെന്ന് കാണിക്കാൻ അയൺ. ഇതൊരു
ആൽക്കൈനാണ്, അപ്പോൾ അയൻ. അപ്പോൾ ഈ നമ്പർ കാണിക്കുന്നത് ഏത് പൊസിഷനിൽ, കാർബൺ ഏത് പൊസിഷനിലാണ് ഈ ഡബിൾ ബോണ്ട് വരുന്നത്, അതാണ് ഈ നമ്പർ. പിന്നെ ഡബിൾ ബോണ്ട് ആണെങ്കിൽ ഈൻ, ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ അയൻ. ഇത് കാർബൺ ആറ്റം 1 to 10 വരെയുള്ളതിൻ്റെ റൂട്ട് വേർഡ്. ടോപ്പ് ട്യൂഷൻ്റെ ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇനി നമ്മളോട് IUPAC നെയിം ചോദിച്ചിരിക്കുന്നത് കുറച്ച് ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നിട്ടുള്ള ഹൈഡ്രോ കാർബൺസിൻ്റെയാണ്. ഫസ്റ്റ് കേസിൽ COOH, ഇതാണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. അപ്പോൾ ഇതിൻ്റെ പേരെങ്ങനെ കൊടുക്കാം? ഫസ്റ്റ് നോക്കേണ്ടത് ഈ ഫങ്ഷണൽ ഗ്രൂപ്പിലെ കാർബണിന് മിനിമം പൊസിഷൻ നമ്പർ കിട്ടണം. ആ രീതിയിലായിരിക്കണം നമ്പറിങ് കറക്റ്റ് ആയിരിക്കുന്നത്. അപ്പോൾ ഈ സൈഡിൽ നിന്ന് കൊടുക്കുമ്പോൾ ഏറ്റവും മിനിമം നമ്പർ തന്നെ ഫങ്ഷണൽ ഗ്രൂപ്പിൽ കിട്ടി. ഇതാണ് കറക്റ്റ് നമ്പറിങ്. ഇനി കാർബോക്സിൽ ഗ്രൂപ്പ് എന്നാണ് ഈ COH ഗ്രൂപ്പിനെ പറയുന്നത്. കാർബോക്സിൽ ഗ്രൂപ്പുള്ള അതിൻ്റെ IUPAC നെയിം എഴുതുമ്പോൾ ഏതാണ് ആൽക്കെയിൻ അതിൻ്റെ ഈ മാറ്റിയിട്ട് ഓയിക് ആസിഡ് എന്ന് ചേർക്കണം. ഇവിടെ 1 2 3 4 5 കാർബൺ ആറ്റമുള്ള ആൽക്കെയിൻ, അതാണ് പെൻറ്റെയിൻ. പെൻറ്റെയിനിലെ ഈ മാറ്റിയിട്ട് ഓയിക് ആസിഡ്, ദാറ്റ് ഈസ് പെൻറ്റോയിക് ആസിഡ്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കാർബൺ ടോട്ടൽ കാർബൺ ആണ് നോക്കേണ്ടത്. പെൻറ്റോയിക് ആസിഡ് എന്ന് നമ്മൾ പെൻറ്റെയിനെ കൺസിഡർ ചെയ്തത് 1 2 3 4 5 ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പാർട്ടായിട്ടുള്ള കാർബണും കൂടി കണക്കാക്കണം. അങ്ങനെയാണ് പെൻറ്റെയിൻ വരുന്നത്. ഇനി നെക്സ്റ്റ് കോമ്പൗണ്ട് ചോദിച്ചിരിക്കുന്നത്, അതിൽ CHO ആണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. CHOനെ നമ്മൾ പറയും ആൽഡിഹൈഡ് ഗ്രൂപ്പ്. സിമിലർ ആയിട്ട് എത്ര കാർബൺ ആറ്റമുള്ള ആൽക്കെയിനാണിത്? 1 2 3 4. അത് 4 ആയത് ബ്യൂട്ടെയിൻ. ബ്യൂട്ടെയിനിൽ CHO ആൽഡിഹൈഡ് ഗ്രൂപ്പ് വന്നാൽ AN, ഈ മാറ്റിയിട്ട് ആൽക്കെയിൻ്റെ ഈ മാറ്റിയിട്ട് AL. അപ്പോൾ ബ്യൂട്ടെയിൻ്റെ ഈ മാറ്റിയിട്ട് ബ്യൂട്ടനാൽ. ഇതാണ് ഇതിൻ്റെ IUPAC നെയിം. ഇനി തേർഡ് ക്വസ്റ്റ്യനിൽ CO കീറ്റോ ഗ്രൂപ്പാണ് ഇതിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പായി വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൽക്കെയിൻ എത്ര കാർബൺ ആറ്റം ഉണ്ടെന്ന് കൗണ്ട് ചെയ്യുക. ഈ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പാർട്ടായിട്ടുള്ള കാർബണും കൗണ്ട് ചെയ്യുക. ടോട്ടൽ 1 2 3 4 5. അപ്പോൾ പെൻറ്റെയിൻ ആണ് ആൽക്കെയിൻ. അതിൽ ഈ മാറ്റിയിട്ട് ONE ചേർത്താൽ ആൽക്കനോൺ, അതായത് പെൻറ്റനോൺ. അതാണ് ഇതിൻ്റെ IUPAC നെയിം. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ കീറ്റോ ഗ്രൂപ്പ് ഫസ്റ്റ് കാർബൺ ആറ്റത്തിലല്ല വന്നിരിക്കുന്നത്, സെക്കൻഡിലാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ ഈ 2 എന്നുള്ള മാൻഡേറ്ററിലി കൊടുക്കണം. ഏത് കാർബൺ ആറ്റത്തിലാണ് ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്നത് അതിൻ്റെ കാർബൺ നമ്പർ ഇവിടെ കൊടുക്കണം. അപ്പോൾ പെൻറ്റെയിൻ 1 ഓൾ അല്ല 2 ഓൾ ആണ് കൊടുക്കണം. പെൻറ്റെയിൻ 1 ഓൾ ആണെങ്കിൽ മാത്രം നമുക്ക് എക്സ്പ്ലിസിറ്റ് ആയിട്ട് കൊടുക്കേണ്ട. ഈ 2 കേസിലും ഫങ്ഷണൽ ഗ്രൂപ്പ് ആദ്യം തന്നെയാണ് വന്നിരിക്കുന്നത്, ഫസ്റ്റ് കാർബണിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ പൊസിഷൻ എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറയേണ്ട കാര്യമില്ല. അതാണ് ഇവിടെ രണ്ടും നമ്പറിങ് ഇല്ലാത്തത്. ഇവിടെ സെക്കൻഡ് പൊസിഷനിലായത് കാരണം നമ്മൾ എക്സ്പ്ലിസിറ്റ് ആയിട്ട് IUPAC നെയിമിൽ പറയണം. അപ്പോൾ കീറ്റോ ഗ്രൂപ്പ് സെക്കൻഡ് പൊസിഷനിലായ ഒരു പെൻറ്റനോൺ ആണ് ഇത് എന്നാണ് നമ്മൾ ഈ IUPAC നെയിം വെച്ചിട്ട് പറയുന്നത്. നമ്മുടെ അടുത്ത IUPAC നെയിം ചോദിച്ചിരിക്കുന്നത് ഒരു ഹാലജൻ ഗ്രൂപ്പായ ക്ലോറിൻ ആഡ് ചെയ്തിട്ടുള്ള കോമ്പൗണ്ടിൻ്റെയാണ്. ഹാലജൻ ഗ്രൂപ്പിൽ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, ഇതിൽ ഏത് എലമെൻറ്റും ഈ ഹൈഡ്രോ കാർബണിൻ്റെ കൂടെ ലിങ്ക് ചെയ്ത് വരും. അത്തരം ഫങ്ഷണൽ ഗ്രൂപ്പിനാണ് ഹാലജൻ ഗ്രൂപ്പ്. ആ ഹാലജൻ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൊസിഷനും ഈ ഫങ്ഷണൽ ഗ്രൂപ്പിന് മിനിമം കാർബൺ പൊസിഷൻ കിട്ടുന്ന വിധത്തിൽ ആദ്യം നമ്പർ ചെയ്യണം. ഫസ്റ്റ് നമ്പർ ചെയ്യുമ്പോഴേക്കും തേർഡ് കാർബണിലാണ് ക്ലോറിൻ ഉള്ളത്. ഈ 2 ക്ലോറിനും റൈറ്റിൽ നിന്ന് നമ്പർ ചെയ്യുമ്പോഴേക്കും സെക്കൻഡ് കാർബണിലാണുള്ളത്. അപ്പോൾ കറക്റ്റ് നമ്പറിംഗ് ഉള്ളത് റൈറ്റ് ടു ലെഫ്റ്റിലുള്ളതാണ്. ഇനി ഇതിൻ്റെ IUPAC നെയിം എഴുതാനുള്ള ഹിൻറ്റ്, പൊസിഷൻ നമ്പർ ഹൈഫൺ നെയിം ഓഫ് ദ ഹാലോ ഗ്രൂപ്പ്. ഹാലോ ഗ്രൂപ്പിൻ്റെ നെയിം എന്ന് പറഞ്ഞാൽ ക്ലോറിൻ ആണെങ്കിൽ ക്ലോറോ, ഫ്ലൂറിൻ ആണെങ്കിൽ ഫ്ലൂറോ, അങ്ങനെ. ഇനി അത് കഴിഞ്ഞിട്ട് ഹൈഫൺ കഴിഞ്ഞിട്ട് ഹാലോ ഗ്രൂപ്പ് കഴിഞ്ഞിട്ട് ആൽക്കെയിൻ ഗ്രൂപ്പ്. ആൽക്കെയിൻ കൊടുക്കുക. ആൽക്കെയിൻ എന്ന് പറയുമ്പോൾ 1 2 3 4 കാർബൺ ആറ്റമുള്ള ആൽക്കെയിൻ ഏതാണ്? ബ്യൂട്ടെയിൻ. അപ്പോൾ ഇതിൻ്റെ 2,2 ഡൈക്ലോറോ ബ്യൂട്ടെയിൻ. 2,2 എന്തുകൊണ്ടാണ് വന്നതെന്ന് വെച്ചാൽ ഈ സെക്കൻഡ് പൊസിഷനിൽ ഒരു ക്ലോറിൻ അല്ല 2 ക്ലോറിൻ ഉണ്ട്. അപ്പോൾ 2,2. ഈ പൊസിഷൻ നമ്പർ റിപ്പീറ്റ് ചെയ്യണം. 2-ൽ ഒരു ക്ലോറിൻ, 3-ൽ ഒരു ക്ലോറിൻ ആണെങ്കിൽ 2,3 എന്ന് വരും. ഇത് 2 കേസിലും 2-ൽ തന്നെയാണ്, സെക്കൻഡ് പൊസിഷനിൽ തന്നെയാണ് ക്ലോറിൻ. അതുകൊണ്ട് നമ്മൾ 2,2. ഇനി 2 ക്ലോറിൻ ഉണ്ടെന്ന് കാണിക്കാൻ ഡൈക്ലോറോ. 2,2 ഡൈക്ലോറോ. 4 കാർബൺ ആറ്റം ഉള്ളതാണ് ചെയിൻ എന്ന് പറയുമ്പോൾ ബ്യൂട്ടെയിൻ. ഇനി
അടുത്തത് ഒരു OR ഗ്രൂപ്പ് ഉള്ള ഒരു ഹൈഡ്രോകാർബണിൻ്റെ IUPAC നെയിമാണ് എഴുതുന്നത്. OR ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഓക്സിജനോട് ലിങ്ക് ചെയ്ത് വന്നിരിക്കുന്നത് ആൽക്കൈൽ ഗ്രൂപ്പ്സ് ആണ്. ആൽക്കൈൽ ഗ്രൂപ്പ്സ് എന്ന് വെച്ചാൽ ആൽക്കെയിനിൽ നിന്ന് ഒരു ഹൈഡ്രജൻ മാറ്റിയിട്ട് ആ ലിങ്ക് ഓക്സിജനുമായിട്ട് വന്നിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഈ സൈഡിൽ ഈഥൈൽ ഗ്രൂപ്പാണ്. കാരണം ഈഥെയിൻ C2H6 എന്നുള്ള ഈ ഈഥെയിനിൽ നിന്നാണ് ഒരു ഹൈഡ്രജൻ മാറ്റിയിട്ട് ഈ ഓക്സിജനുമായിട്ട് ലിങ്ക് വന്നിരിക്കുക. ഈ ഗ്രൂപ്പിനെ പറയും ഈഥൈൽ ഗ്രൂപ്പ്. നമുക്ക് തന്നിരിക്കുന്ന ഈ എക്സാമ്പിൾ രണ്ട് സൈഡിലും ഈഥൈൽ ഗ്രൂപ്പ് തന്നെ, 2 കാർബൺ ആറ്റമുള്ള ലിങ്ക് തന്നെയാണ് രണ്ട് സൈഡിലും. അപ്പോൾ ഇതിൻ്റെ IUPAC നെയിം വരുന്നത് എഥോക്സി ഈഥെയിൻ. ഒരെണ്ണം എഥോക്സി, പിന്നെ ഇത് ഈഥെയിൻ. ഇതിൻ്റെ ഫോം ഇതാണ്, ആൽക്കോക്സി ആൽക്കെയിൻ. ഇത് രണ്ടും ഒരു 2 കാർബൺ ആറ്റമുള്ള ഈഥൈൽ ഗ്രൂപ്പ് തന്നെ വന്നിരിക്കുന്നത് കാരണം എഥോക്സി ഈഥെയിൻ. ചില കേസിൽ ഒരു സൈഡിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള നമ്പർ ഓഫ് കാർബൺ, ഒരു സൈഡിൽ 2ഉം ഒരു സൈഡിൽ 2 അല്ലാതെ വേറെ ഏതെങ്കിലും മോർ നമ്പർ ഓഫ് കാർബൺ ആറ്റം ഉള്ളതാണ് വന്നിരിക്കുന്നത് എങ്കിൽ നമുക്ക് ചെറിയതിനാണ് നമ്മൾ ആൽക്കോക്സി, അതായത് എഥോക്സി അല്ലെങ്കിൽ മെത്തോക്സി അത് കൊടുക്കേണ്ടത്. വലിയ ലിങ്ക് വരുന്നതിന് ആൽക്കെയിൻ രൂപത്തിൽ കൊടുക്കണം. ഇപ്പോൾ 5 കാർബൺ ആറ്റമാണ് ഈ സൈഡിൽ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ പറയും എഥോക്സി പെൻറ്റെയിൻ. ഇവിടെ രണ്ടും ഒന്നായത് കാരണം എഥോക്സി ഈഥെയിൻ ആണ് ഇതിൻ്റെ IUPAC നെയിം. IUPAC നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്. ഡബിൾ ബോണ്ട് ഉള്ള ഒരു കോമ്പൗണ്ടാണ്. ഡബിൾ ബോണ്ട് ഉള്ളത് കാരണം നമ്മൾ നമ്പറിങ് കൊടുക്കുമ്പോൾ ഡബിൾ ബോണ്ടിന് ഏറ്റവും ചെറിയ പൊസിഷൻ നമ്പർ കിട്ടണം. ഇങ്ങനെ മാർക്ക് ചെയ്യുമ്പോൾ 1 2 സെക്കൻഡ് കാർബണിലാണ് ഡബിൾ ബോണ്ട് ഉള്ളത്. തിരിച്ച് മാർക്ക് ചെയ്താലോ 1 2 സെക്കൻഡ് കാർബണിൽ തന്നെയാണ് ഡബിൾ ബോണ്ട് വന്നത്. അപ്പോൾ രണ്ടും നമ്പറിങ് ഓക്കെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്തു. ഇനി ഇതിൻ്റെ IUPAC നെയിം എഴുതുമ്പോൾ ഇതൊരു മെയിൻ ചെയിൻ ഉണ്ട്, ഒരു CH3 മീഥൈൽ ഗ്രൂപ്പാണ് ഇതിൻ്റെ ബ്രാഞ്ച് വരുന്നത്. ഇതിൻ്റെ പേരെങ്ങനെ കൊടുക്കാം? സെക്കൻഡ് കാർബണിൽ ഒരു മീഥൈൽ ഗ്രൂപ്പുള്ള ഒരു ബ്യൂട്ടീനാണ്. ബ്യൂട്ടീനാണിത്. ഇത് ആൽക്കീൻ ആണല്ലോ, ഡബിൾ ബോണ്ട് ഉള്ളത് കാരണം. സെക്കൻഡ് കാർബണിൽ ഒരു മീഥൈൽ ഗ്രൂപ്പുള്ള ഒരു ബ്യൂട്ടീൻ. അപ്പോൾ 2 മീഥൈൽ ബ്യൂട്ടീൻ ആണ്. ഇനി ഈ 2 എന്നുള്ള ഈ പൊസിഷൻ നമ്പർ ഓഫ് 2 ഓൾസോ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സാധാരണ നമ്മൾ കൊടുക്കുന്ന ഫസ്റ്റ് കാർബണിനാറ്റത്തിലല്ല ഈ ഡബിൾ ബോണ്ട് ഉള്ളത്, സെക്കൻഡ് കാർബണിനാറ്റത്തിലുള്ളതാണ്. അതുകൊണ്ട് ബ്യൂട്ട് 2 എക്സ്പ്ലിസിറ്റ് ആയിട്ട് കൊടുക്കണം. അപ്പോൾ കംപ്ലീറ്റ് IUPAC നെയിം വരുമ്പോൾ സെക്കൻഡ് കാർബണിൽ മീഥൈൽ ഗ്രൂപ്പുള്ള ഒരു ബ്യൂട്ട് 2 ആണ് ഈ IUPAC നെയിം, ഈ കോമ്പൗണ്ട്. ഇനി രണ്ടാമത്തേത് ഒരു ട്രിപ്പിൾ ബോണ്ട് ഉള്ള കോമ്പൗണ്ടാണ്, ഒരു ആൽക്കൈനാണ് ഈ കോമ്പൗണ്ട്. ഇതിലും നമ്പറിങ് കൊടുക്കുക. ഫസ്റ്റ് പൊസിഷൻ ഈ കാർബണിന്, ഈ ട്രിപ്പിൾ ബോണ്ടിന് കുറവ് പൊസിഷൻ വരണം, ഈ നമ്പറിങ് കൊടുത്തു. തിരിച്ചു കൊടുത്താൽ ഇതിന് 4 ആണ് കിട്ടുന്നത്. അപ്പോൾ കറക്റ്റ് നമ്പറിങ് 1 2 3 4 ഫസ്റ്റ് നമ്പർ ചെയ്തു തന്നെയാണ്. ഇനി ഇതിൻ്റെ മീഥൈൽ ഗ്രൂപ്പ് തന്നെയാണ് ഇതിൻ്റെ ബ്രാഞ്ച് ഉള്ളത്. അത് 3rd കാർബണിലാണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ IUPAC നെയിം 3rd കാർബണിൽ മീഥൈൽ ഗ്രൂപ്പുള്ള ഒരു ബ്യൂട്ടൈൻ, ട്രിപ്പിൾ ബോണ്ട് ഉള്ളത് കാരണം ബ്യൂട്ടൈൻ ആണ്. ഇവിടെ നമ്മൾ വേണമെങ്കിൽ എക്സ്പ്ലിസിറ്റ് ആയിട്ട് 1 കൊടുക്കുക. ബ്യൂട്ട് 1 അയൺ, അതായത് ഫസ്റ്റ് കാർബണിൽ തന്നെ ഒരു ട്രിപ്പിൾ ബോണ്ട് ഉള്ള ഒരു ബ്യൂട്ടൈൻ ആണ്. ഇത് എക്സ്പ്ലിസിറ്റ് ആയിട്ട് 1 കൊടുത്തില്ലെങ്കിലും പ്രശ്നമല്ല. കംപ്ലീറ്റ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ 100% മാർക്ക് ഷുവർ ആക്കാൻ 3 മീഥൈൽ ബ്യൂട്ട് 1 അയൺ. ഈ ക്വസ്റ്റ്യനിൽ IUPAC നെയിം തന്നിട്ടുണ്ട്, സ്ട്രക്ചറൽ ഫോർമുലയാണ് വരയ്ക്കേണ്ടത്. തന്നിരിക്കുന്നത് 2,3,3 ട്രൈമീഥൈൽ ഹെക്സൈൻ. അപ്പോൾ മനസ്സിലായി, ഹെക്സൈൻ പറയുമ്പോൾ 6 കാർബൺ ആറ്റമുള്ള ഹൈഡ്രോ കാർബൺ ആണ്. ഹെക്സൈൻ എന്ന് പറഞ്ഞപ്പോൾ ക്ലിയറായി എല്ലാം സിംഗിൾ ബോണ്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യം 6 കാർബൺ ആറ്റമുള്ള ഒരു കാർബൺ ചെയിൻ വരയ്ക്കുക. പിന്നെ രണ്ടാമത്തെ കാർബണിൽ ഒരു മീഥൈൽ ഗ്രൂപ്പ്, മൂന്നാമത്തെ കാർബണിൽ 2 മീഥൈൽ ഗ്രൂപ്പ് ഫിൽ ചെയ്യുക. ബാക്കി വാലൻസീസ് ഹൈഡ്രജൻ വെച്ചിട്ട് ഫിൽ ചെയ്യുക. ഹെക്സൈൻ ആദ്യം വരച്ചു, CC6 കാർബൺ ആറ്റമുള്ള CC ബോണ്ട് ചെയിൻ വരച്ചു. ആദ്യത്തെ രണ്ടാമത്തെ കാർബണിലേക്ക് ഒരു CH3, മൂന്നാമത്തെ കാർബണിൽ 2 CH3 ഗ്രൂപ്പ്സ് ആഡ് ചെയ്തു. ബാക്കി ബാലൻസീസ് ഹൈഡ്രജൻ വെച്ചിട്ട്
ഫിൽ ചെയ്യുക. ടോട്ടൽ കാർബണിന് ഔട്ടർ മോസ്റ്റിലുള്ള ഇലക്ട്രോൺസ് ആണ് 4 വാലൻസി. CC ബോണ്ടിൽ പോയത് കഴിഞ്ഞിട്ട് ബാക്കി ഹൈഡ്രജൻ വെച്ചിട്ട് ഫിൽ ചെയ്യാം. നെക്സ്റ്റ് IUPAC നെയിം തന്നിരിക്കുന്നത് എതോക്സി ബ്യൂട്ടൈൻ. എതോക്സി ബ്യൂട്ടൈൻ എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി അതൊരു ആൽക്കോക്സി ഗ്രൂപ്പാണ്, അതായത് OR ഗ്രൂപ്പ്. ഈ ഓക്സിജന്റെ രണ്ട് സൈഡിലേക്കും ആൽക്കൈൽ ഗ്രൂപ്പാണ് വന്നിരിക്കുന്നത്. എതോക്സി എന്ന് പറയുമ്പോൾ ഷോർട്ടർ കാർബൺ ചെയിൻ ലിങ്ക് ഉള്ളത് 2 കാർബൺ ആറ്റമുള്ള ഈഥൈനിൽ നിന്ന് ഒരു ഹൈഡ്രജൻ പോയ ഈഥൈൻ്റെ ഈഥൈൽ ഗ്രൂപ്പാണ്. അപ്പോൾ അത് ആദ്യം ഇത് വരച്ചു. പിന്നെ ബ്യൂട്ടൈൻ, അതായത് ഓക്സിജന്റെ രണ്ടാമത്തെ അടുത്ത പാർട്ടിലുള്ള വരുന്നത് 4 കാർബൺ ആറ്റമുള്ള ബ്യൂട്ടൈൻ ആണ് വരുന്നത്. അപ്പോൾ ബ്യൂട്ടൈനിൽ നിന്നും ഒരു ഹൈഡ്രജൻ പോയിട്ടുള്ള ആ ആൽക്കൈൽ ഗ്രൂപ്പാണ് ലെഫ്റ്റ് സൈഡിൽ വരുന്നത്. ഇങ്ങനെ സ്ട്രക്ചർ കംപ്ലീറ്റ് ചെയ്യാം. ഹൈസ്കൂളിൽ അക്കാഡമിക് എക്സലൻസിന് തയ്യാറാകുന്ന സ്റ്റുഡൻസിന് ഒരു സന്തോഷ വാർത്ത. ടോപ്പ് ട്യൂഷൻ്റെ എക്സ്പീരിയൻസ്ഡ് ടീച്ചേഴ്സ് നിങ്ങൾക്ക് എക്സെപ്ഷണൽ അക്കാഡമിക് കോച്ചിങ് നൽകുന്നു. റെഗുലർ ക്ലാസ്സുകൾക്ക് പുറമെയുള്ള ടോപ്പ് ട്യൂഷൻ്റെ വീഡിയോ നോട്ട്സുകളും റെഗുലർ ടെസ്റ്റുകളും നിങ്ങളുടെ അക്കാഡമിക് പെർഫോമൻസ് ബൂസ്റ്റ് ചെയ്യുന്നു. ഞങ്ങളുടെ സ്മോൾ ബാച്ച് സൈസ് സ്റ്റുഡൻസിന് ഇൻഡിവിജ്വൽ അറ്റൻഷൻ എൻഷുർ ചെയ്യുന്നു. ടോപ്പ് ട്യൂഷൻ്റെ എക്സാം റിവിഷൻ, എക്സാം പ്രിപ്പറേഷൻ എന്നിവയിലൂടെ നിങ്ങൾക്ക് ഉയർന്ന മാർക്ക് സ്കോർ ചെയ്യാം. ഞങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുവാൻ ഇന്ന് തന്നെ വിളിക്കൂ. 8006066363. അടുത്ത ക്വസ്റ്റ്യൻ സ്ട്രക്ചറൽ ഫോർമുല വരയ്ക്കാനുള്ളത്. ബ്യൂട്ടാൻ 2 ഓൺ. ബ്യൂട്ടാൻ മീൻസ് 4 കാർബൺ ആറ്റം ഉണ്ട്. സെക്കൻഡ് പൊസിഷനിൽ ഒരു കീറ്റോൺ ഗ്രൂപ്പ് ONE കീറ്റോൺ ഗ്രൂപ്പ് ഉണ്ടെന്ന് മനസ്സിലാക്കി. ഇതിൻ്റെ 4 കാർബൺ ആറ്റമുള്ള ഒരു കാർബൺ സ്ട്രക്ചറിൽ രണ്ടാമത്തെ പൊസിഷനിൽ ഒരു കീറ്റോൺ ഗ്രൂപ്പ് കൊടുത്തു. ഇതാണ് ഇതിൻ്റെ സ്ട്രക്ചറൽ ഫോർമുല. അടുത്തത് പെൻറ്റ് 1 അയൺ. അയൺ എന്ന് പറഞ്ഞപ്പോൾ അത് ട്രിപ്പിൾ ബോണ്ട് ഉള്ള കോമ്പൗണ്ട് ഫസ്റ്റ് പൊസിഷനിലാണെന്ന് മനസ്സിലായി. അപ്പോൾ ഫസ്റ്റ് പൊസിഷനിൽ ട്രിപ്പിൾ ബോണ്ട് വരയ്ക്കുക, ബാക്കിയെല്ലാം CH ബോണ്ട് കാർബണിൻ്റെ 4 ബാലൻസിനെ കംപ്ലീറ്റ് ചെയ്യിപ്പിക്കുക. അടുത്തത് ഹെക്സൈൻ 2 ഓൾ. ഓയിൽ എന്ന് പറഞ്ഞാൽ OH ഹൈഡ്രോക്സൈൽ ഗ്രൂപ്പാണ്. അത് സെക്കൻഡ് പൊസിഷനിലാണ് വേണ്ടിയത്. സെക്കൻഡ് പൊസിഷനിൽ OH ഗ്രൂപ്പ് വരുന്ന ഹെക്സാൻ 6 കാർബൺ ആറ്റമുള്ള ചെയിൻ. ഇതാണ് ഇതിൻ്റെ സ്ട്രക്ചറൽ ഫോർമുല. സ്ട്രക്ചറൽ ഫോർമുല വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്ന നെക്സ്റ്റ് കോമ്പൗണ്ട് 3 ബ്രോമോഹെപ്റ്റൈൻ. സ്ട്രക്ചറൽ ഫോർമുല വരയ്ക്കാനായി നമ്മൾ നോക്കാം. ആദ്യം മെയിൻ ചെയിൻ ആയിട്ട് വരുന്നത് ഹെപ്റ്റൈൻ. ഈ ലാസ്റ്റ് പാർട്ട് IUPAC നെയിമിൻ്റെ ഈ ലാസ്റ്റ് പാർട്ടാണല്ലോ മെയിൻ ചെയിനിനെ നമുക്ക് ഹിൻഡ് തരുന്നത്. അത് ഹെപ്റ്റൈൻ ആണ്. ഹെപ്റ്റൈൻ പറഞ്ഞാൽ റൂട്ട് വേർഡ് നോക്കിക്കഴിയുമ്പോൾ ഹെപ്റ്റ് വരുന്നത് 7 കാർബൺ ആറ്റം ഉള്ളതാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി നമുക്ക് വേണ്ട ഈ സ്ട്രക്ചറിന് 7 കാർബൺ ആറ്റമുള്ള ചെയിൻ ആണെന്ന്. അപ്പോൾ 7 കാർബൺ ആറ്റമുള്ള ഒരു ചെയിൻ വരയ്ക്കുക. ഇനി നമുക്ക് നോക്കേണ്ടത് ബ്രോമോ. ബ്രോമിൻ 3rd കാർബൺ ആറ്റത്തിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം 7 കാർബൺ ആറ്റമുള്ള ഒരു കാർബൺ ചെയിൻ CC ബോണ്ട് വെച്ചിട്ട് ഒരു ചെയിൻ വരയ്ക്കുക. 7 കാർബൺ ആറ്റം വേണം. എന്നിട്ട് 3ാമത്തെ കാർബണിലാണ് ബ്രോമിൻ വേണ്ടത്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും സൈഡിൽ നമുക്ക് നമ്പറിങ് കൊടുക്കാം. നമ്മൾ ഈ സൈഡിൽ നിന്നാണ് ഇപ്പോൾ നമ്പർ ചെയ്തിരിക്കുന്നത്. സെയിം തിങ് നമുക്ക് ഇവിടെ നിന്ന് നമ്പർ കൊടുക്കുകയാണെങ്കിൽ അവിടെ നിന്നുള്ള 3ാമത്തേൽ നമുക്ക് ബ്രോമിൻ ആഡ് ചെയ്യണം. 3ാമത്തേൽ ബ്രോമിൻ കൊടുത്തു. അപ്പോൾ 3 ബ്രോമോ ഹെപ്റ്റൈൻ. ബാക്കി കാർബണിൻ്റെ 4 ഈ CC ബോണ്ടിൽ പോയിട്ട് ബാക്കിയുള്ള വാലൻസി നമ്മൾ ഹൈഡ്രജൻ ഫിൽ ചെയ്യും. ഇനി നെക്സ്റ്റ് കോമ്പൗണ്ട് തന്നിരിക്കുന്ന പെൻറ്റനാൽ. ഇതിൻ്റെ സ്ട്രക്ചർ വരയ്ക്കുന്നതിന് പെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് 5 കാർബൺ ആറ്റം ഉണ്ട്. ലാസ്റ്റ് ഈ ഭാഗം ആൽ. ഈ ആൽ വരുന്നത് ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഉള്ള ഹൈഡ്രോ കാർബണിനെയാണ് നമ്മൾ ആൽ വെച്ചിട്ട് അവസാനിപ്പിക്കുന്ന IUPAC നെയിം. അപ്പോൾ 5 കാർബൺ ആറ്റമുള്ള ഒരു ചെയിൻ വരയ്ക്കുക. നമുക്ക് മനസ്സിലായി ഇതിനകത്ത് ആദ്യത്തെ ഭാഗം 1, 2, 3 പൊസിഷനൊന്നും എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറയാത്തത് കാരണം നമുക്ക് 1ാമത്തെ പൊസിഷനിലാണ് ആ ഫങ്ഷണൽ ഗ്രൂപ്പായ ആൽഡിഹൈഡ് ഉള്ളതെന്ന്. അപ്പോൾ നമുക്ക് നമ്പറിങ് ഇങ്ങനെ ചെയ്തു. ആ ആദ്യത്തെ ടോട്ടലി നമുക്ക് വേണ്ടത് പെൻറ്റ് 5 1 2 3 4 5 കാർബൺ ആറ്റമുള്ള ചെയിൻ വരച്ചു. ആദ്യത്തെ കാർബണിൻ്റെ കൂടെ ആൽഡിഹൈഡ് ഗ്രൂപ്പ് CHO ആക്കി. CHO ആണ്. ആൽ ആയത് കാരണം ആൽഡിഹൈഡ് ഗ്രൂപ്പ് അത് CHO ആണ്. ആ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ നെയിം CHO. അപ്പോൾ ബാക്കിയെല്ലാം നമ്മൾ ഹൈഡ്രജൻ വെച്ചിട്ട് ഫിൽ ചെയ്യുക. ഇത് പെൻറ്റനാൽ. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഒരു സ്ട്രക്ചറും തന്നിട്ടുണ്ട്, IUPAC നെയിം തന്നിട്ടുണ്ട്.
തന്നിരിക്കുന്ന IUPAC നെയിം കറക്റ്റ് ആണോ എന്ന് പറയണം. കറക്റ്റ് അല്ലെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് IUPAC നെയിം എഴുതണം. IUPAC നെയിം കറക്റ്റ് ആണോ എന്ന് നോക്കാൻ നമുക്ക് ആദ്യം ഈ സ്ട്രക്ചറിലെ മെയിൻ ചെയിനും ബ്രാഞ്ചും ഏതാണ് വരുന്നത് എന്ന് ആദ്യം നോക്കാം. 1 2 3 4 5 ഈ ലൈൻ എടുക്കുകയാണെങ്കിൽ 5 കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് 5 കാർബൺ ആറ്റം കിട്ടിയത്. 1 2 3 4 5 6 ഈ ചെയിനാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ 6 കിട്ടി. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇതാണ് നമ്മുടെ ലോങ്ങർ ചെയിൻ, ഇതാണ് ബ്രാഞ്ച്. ഈ മീഥൈൽ ഗ്രൂപ്പാണ് ബ്രാഞ്ച്. ഇനി ഈ ബ്രാഞ്ചിന് ഏറ്റവും ചെറിയ പൊസിഷൻ നമ്പർ കിട്ടുന്ന വിധത്തിൽ നമ്പറിങ് ചെയ്യണം. ആദ്യം നമുക്ക് ഈ ഭാഗത്തുനിന്ന് നമ്പർ ചെയ്തു 1 2 3 4 5 6. അപ്പോൾ തേർഡ് കാർബൺ ആറ്റത്തിലാണ് മീഥൈൽ ഗ്രൂപ്പ്. ഇനി 3നേക്കാളും കുറവും പൊസിഷൻ വരാൻ ചാൻസ് ഉണ്ടോ? നമുക്ക് ഈ ഭാഗത്തുനിന്ന് നമ്പർ ചെയ്ത് നോക്കാം. 1 2 3 4. ഓ നോ, 4 3നേക്കാളും കൂടുതൽ 4ലാണ് ഈ ബ്രാഞ്ച് വരുന്നത്. അപ്പോൾ ആദ്യത്തെ നമ്പറിങ് തന്നെയാണ് കറക്റ്റ്. അപ്പോൾ നമുക്ക് മനസ്സിലായി 1 2 3 കാർബൺ തേർഡ് പൊസിഷനിൽ മീഥൈൽ ഗ്രൂപ്പ് ഉള്ള ഒരു 6 കാർബൺ ആറ്റം ഉള്ള ചെയിൻ. 6 കാർബൺ ആറ്റം എന്ന് പറയുമ്പോൾ ഹെക്സ്, അപ്പോൾ ഹെക്സെയിൻ. അപ്പോൾ ആൻസർ എഴുതാം. തന്നിരിക്കുന്ന IUPAC നെയിം തെറ്റാണ്. അതിൻ്റെ കറക്റ്റ് നെയിം 3 മീഥൈൽ, അതായത് തേർഡ് കാർബൺ ആറ്റത്തിൽ മീഥൈൽ ഗ്രൂപ്പ് ഉള്ള ഒരു 6 കാർബൺ ചെയിൻ, ഹെക്സെയിൻ. 3 മീഥൈൽ ഹെക്സെയിൻ. IUPAC നെയിം തന്നിരിക്കുന്നത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള നെക്സ്റ്റ് ക്വസ്റ്റ്യൻ CH3 CH2 CH2 COCH3 പെൻറ്റാൻ 2 ഓൺ എന്നാണ് തന്നിരിക്കുന്നത്. ഇത് സ്ട്രക്ചർ നമുക്കൊന്ന് വെരിഫൈ ചെയ്യാം. പൊസിഷൻ നമ്പർ കൊടുക്കാം 1 2 3 4 5. ഇത് CO ആണ് ഇവിടുത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ്. ഫങ്ഷണൽ ഗ്രൂപ്പിന് ഏറ്റവും ചെറിയ നമ്പറിങ് കൊടുക്കുന്നത് ലെഫ്റ്റിൽ നിന്നുള്ളതാണ് കറക്റ്റ്. റൈറ്റിൽ നിന്ന് നമ്പർ ചെയ്താൽ 1 2 3 1 2 3 4th പൊസിഷനിലേക്കാണ് വരുന്നത്. അപ്പോൾ അത് കൂടുതലാണ്. അപ്പോൾ കറക്റ്റ് നമ്പറിങ് ഈ സൈഡിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ സെക്കൻഡ് പൊസിഷനിൽ ഒരു കീറ്റോൺ ഗ്രൂപ്പ് ഉള്ള 1 2 3 4 5 കാർബൺ ആറ്റം ഉള്ളതാണ് പെൻറ്റെയിൻ. സെക്കൻഡ് പൊസിഷനിൽ കീറ്റോൺ ഗ്രൂപ്പ് ഉള്ള പെൻറ്റാൻ 2 ഓൺ. തന്നിരിക്കുന്ന IUPAC നെയിം കറക്റ്റ് ആണ്. നെക്സ്റ്റ് തന്നിരിക്കുന്നത് CH3 CH2 CH3C ട്രിപ്പിൾ ബോണ്ട് CH3. ഇതിൽ നോക്കൂ, ഗിവൺ IUPAC നെയിം തന്നിരിക്കുന്നത് hex3 അയൺ. അയൺ എന്നുള്ളത് കറക്റ്റ് ആണ്, ട്രിപ്പിൾ ബോണ്ട് ആണുള്ളത്. അപ്പോൾ അയൺ എന്നുള്ള ഭാഗം കറക്റ്റ് തന്നെയാണ്. ഇനി ഈ ട്രിപ്പിൾ ബോണ്ടിന്റെ കാർബൺ പൊസിഷൻ നമ്പർ എത്രയാണെന്ന് നോക്കും. ആൻസറിൽ ഇവിടെ തന്നിരിക്കുന്നത് 3 ആണ്. നമുക്ക് നോക്കാം ട്രിപ്പിൾ ബോണ്ട് എത്രാമത്തെ കാർബൺ ആറ്റത്തിലാണ് ഉള്ളത്. നമ്പർ ചെയ്യൂ. 1 2 3 4 5 6. നമ്പർ ചെയ്ത് കഴിയുമ്പോൾ സെക്കൻഡ് കാർബൺ ആറ്റത്തിലാണ് ട്രിപ്പിൾ ബോണ്ട് ഉള്ളത്, തേർഡ് കാർബൺ ആറ്റത്തിലുള്ള. തേർഡ് കാർബൺ ആറ്റത്തിൽ ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ ഇവിടെയാണ് വരേണ്ടത്. ഈ സെക്കൻഡ് കാർബൺ ആറ്റത്തിലാണ് നമ്മുടെ ട്രിപ്പിൾ ബോണ്ട് ഉള്ളത്. അപ്പോൾ തന്നിരിക്കുന്ന ഈ IUPAC നെയിം തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായി. പിന്നെ ഹെക്സ് എന്നുള്ള ഭാഗം കറക്റ്റ് ആണോ? 1 2 3 4 5 6 കാർബൺ ആറ്റം ആണ്. അപ്പോൾ റൂട്ട് വേർഡ് ഹെക്സ് ആണ്. ഈ ഭാഗവും കറക്റ്റ് ആണ്. ഈ IUPAC നെയിമിൽ ഈ നമ്പറിങ് മാത്രമാണ് തെറ്റുള്ളൂ. അത് നമുക്ക് കറക്റ്റ് ചെയ്ത് എഴുതാം. IUPAC നെയിം തെറ്റാണ്. IUPAC നെയിം കറക്റ്റ് വൺ ഹെക്സ് 2 അയൺ. IUPAC നെയിം കറക്റ്റ് ആണോ എന്ന് നോക്കാൻ തന്നിരിക്കുന്ന അടുത്ത ക്വസ്റ്റ്യൻ ഒരു ഹാലജൻ എലമെൻ്റായ ക്ലോറിൻ ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് വരുന്ന ഒരു കോമ്പൗണ്ടാണ്. തന്നിരിക്കുന്നത് 2,3 ഡൈക്ലോറോപെൻറ്റെയിൻ എന്നാണ്. കറക്റ്റ് ആണോ എന്ന് നമുക്ക് നോക്കാം. നമുക്ക് വേണ്ടത് ഫങ്ഷണൽ ഗ്രൂപ്പ് ഈ ക്ലോറിൻ ആണ്, ഈ ഹാലജൻ ഗ്രൂപ്പ്. ഇതിന് ചെറിയ പൊസിഷൻ കിട്ടുന്ന വിധത്തിൽ നമ്പറിങ് കൊടുക്കാം. ലെഫ്റ്റിൽ നിന്ന് നമ്പർ കൊടുത്തു 1 2 3 4 5. എങ്ങനെയാണ് ഇതിന് നമ്പറിങ് വരേണ്ടത്? തന്നിരിക്കുന്നതിൽ രണ്ട് പൊസിഷനിൽ ഡൈക്ലോറോ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ 1 2 3 3 ക്ലോറിൻ ആറ്റം ഉണ്ട്. അപ്പോൾ ഇത് തെറ്റാണ്. അപ്പോൾ സെക്കൻഡ് പൊസിഷനിൽ 2 ക്ലോറിൻ ഉണ്ട്, തേർഡ് പൊസിഷനിൽ 1 ക്ലോറിൻ ഉണ്ട്. അപ്പോൾ നമുക്കിതിനെ കറക്റ്റ് ചെയ്തെഴുതാം. തന്നിരിക്കുന്ന IUPAC നെയിം തെറ്റാണ്. കറക്റ്റ് വൺ സെക്കൻഡ് പൊസിഷനിൽ 2 ക്ലോറിനും തേർഡ് പൊസിഷനിൽ 1 ക്ലോറിൻ, ദാറ്റ് ഈസ് 2, 2, 3. തേർഡ് പൊസിഷനിൽ ഒരെണ്ണം ഉണ്ടല്ലോ, അപ്പോൾ അത് 3. ഡൈക്ലോറോ അല്ല, ട്രൈക്ലോറോ പെൻറ്റെയിൻ. കറക്റ്റ് IUPAC നെയിം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് 2 ഹൈഡ്രോ കാർബൺസ് തന്നിട്ടുണ്ട്.
ഫസ്റ്റ് കോമ്പൗണ്ട് ഒരു ആൽക്കോക്സി ഗ്രൂപ്പാണ് ഫങ്ഷണൽ ഗ്രൂപ്പായിട്ടുള്ളത് OR ഗ്രൂപ്പ്. സെക്കൻഡ് കോമ്പൗണ്ടിൽ OH ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് വന്നിരിക്കുന്നു. ഇനി ഈ രണ്ട് കോമ്പൗണ്ടുകൾക്കും ഇടയിലുള്ള ഐസോമെറിസം അത് എന്ത് ടൈപ്പ് ആണെന്നാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഫസ്റ്റ് കോമ്പൗണ്ട് ഒന്ന് അനലൈസ് ചെയ്യാം. ഫസ്റ്റ് കോമ്പൗണ്ട് CH3CH2 CH2CH3. ഇതിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്താണ്? OR ഗ്രൂപ്പ്, ദാറ്റ് ഈസ് ആൽക്കോക്സി ഗ്രൂപ്പ്. അതിൻ്റെ IUPAC നെയിം വേണമെങ്കിൽ നമുക്ക് എഴുതാം എത്തോക്സി ഈത്തൈൻ ആണ്. ദെൻ മോളിക്കുലർ ഫോർമുല എത്ര കാർബൺ ഉണ്ട്, എത്ര ഹൈഡ്രജൻ, എത്ര ഓക്സിജൻ എടുത്തെഴുതി C4H10O. ഇനി സെക്കൻഡ് കോമ്പൗണ്ടും ഇതേമാതിരി എല്ലാം എഴുതുക. ഫങ്ഷണൽ ഗ്രൂപ്പ് OH ഗ്രൂപ്പ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പാണ്. IUPAC നെയിം ഇതൊരു 4 കാർബൺ ആറ്റമുള്ള ആൽക്കൈൻ ആണ്. അപ്പോൾ ബ്യൂട്ടൈൻ ആണ്. ബ്യൂട്ടൈനിലെ OH ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് വരുമ്പോൾ നമ്മൾ ഓൾ ചേർക്കും. ഈ OH ഫങ്ഷണൽ ഗ്രൂപ്പ് ഫസ്റ്റ് കാർബൺ ആറ്റം ആയത് കാരണം നമ്മൾ ബ്യൂട്ടാൻ 1 ഓൾ. ഇതാണ് ഇതിൻ്റെ IUPAC നെയിം. ഇനി ഇതിൻ്റെ മോളിക്കുലർ ഫോർമുല എഴുതുമ്പോൾ സെയിം തിങ് തന്നെയാണ് കിട്ടുന്നത് C4H10O. രണ്ടും മോളിക്കുലർ ഫോർമുല സെയിം ആണ്. രണ്ടിൻ്റെയും ഫങ്ഷണൽ ഗ്രൂപ്പ്സ് മാത്രമാണ് വ്യത്യാസമുള്ളത്. അപ്പോൾ ഇത് തമ്മിലുള്ള ഐസോമെറിസം എന്താണ്? ഫങ്ഷണൽ ഐസോമെറിസം. ഫങ്ഷണൽ ഐസോമെറിസം എന്ന് പറഞ്ഞാൽ രണ്ട് കോമ്പൗണ്ട്സിൻ്റെ മോളിക്കുലർ ഫോർമുല സെയിം ആയിരിക്കുകയും ഓൺലി ഫങ്ഷണൽ ഗ്രൂപ്പുകളിൽ മാത്രം വ്യത്യാസം ഉണ്ടാവും ചെയ്യുമ്പോഴാണ് അത് ഫങ്ഷണൽ ഐസോമെറിസം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഈ കോമ്പൗണ്ടുകൾ തമ്മിലുള്ള ഐസോമെറിസം ഫങ്ഷണൽ ഐസോമെറിസം. ഇതുപോലുള്ള വീഡിയോകൾക്കായി ടോപ്പ് ട്യൂഷന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ്റെ ഒരു കണ്ടിന്യൂഷൻ ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ഫസ്റ്റ് കോമ്പൗണ്ടിൻ്റെ ഒരു മെറ്റാമർ കണ്ടുപിടിക്കുക. മെറ്റാമർ എന്നാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ ഫങ്ഷണൽ ഗ്രൂപ്പ് OR ആൽക്കോക്സി ഗ്രൂപ്പ് ഇതൊരു ബൈവാലൻ്റ് ആയിട്ടുള്ള ഒരു ഫങ്ഷണൽ ഗ്രൂപ്പാണ്. ഇതിൻ്റെ അതായത് രണ്ട് സൈഡിൽക്കും രണ്ട് ആൽക്കൈൽ ഗ്രൂപ്പ് ഈ ഫങ്ഷണൽ ഗ്രൂപ്പിലേക്ക് ലിങ്ക് ചെയ്ത് വരുന്നുണ്ട്. ഈ കേസിൽ ഈ OR ഗ്രൂപ്പിൽ ഒരു സൈഡിൽ ഈഥൈൽ ഗ്രൂപ്പും രണ്ടാമത്തെ സൈഡിലും ഈഥൈൽ ഗ്രൂപ്പ്, രണ്ട് സൈഡിലും ഈഥൈൽ ഗ്രൂപ്പ് തന്നെയാണ് ലിങ്ക് ചെയ്ത് വന്നിരിക്കുന്നത്. മെറ്റാമർ എന്ന് പറയുമ്പോൾ ഈ രണ്ട് സൈഡിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൽക്കൈൽ ഗ്രൂപ്പ് ലിങ്ക് ചെയ്ത് വരണം. ഈ കോമ്പൗണ്ടിൻ്റെ മെറ്റാമർ എന്ന് പറയുമ്പോൾ ഈ കോമ്പൗണ്ടിൻ്റെ സെയിം ആയിട്ടുള്ള മോളിക്കുലർ ഫോർമുല വേണം. പക്ഷേ രണ്ട് സൈഡിൽക്കും വരുന്ന ആൽക്കൈൽ ഗ്രൂപ്പ് വ്യത്യാസമുള്ളതായിരിക്കണം. ഈ കേസിൽ രണ്ടും ഈഥൈൽ ഗ്രൂപ്പാണ്. ഈഥൈലിന് പകരം വേറെ ഒരു ഗ്രൂപ്പ് വരുന്ന വിധത്തിൽ ഇതിൻ്റെ സ്ട്രക്ചർ മാറ്റിയിട്ട് അതാണ് അതിൻ്റെ മെറ്റാമർ എന്ന് പറയുന്നത്. അത് ആക്കാൻ ഉള്ള എളുപ്പവഴി ഈ പൊസിഷൻ മാറ്റിയാൽ മതി. ഈ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പൊസിഷൻ ഈ കാർബൺ ഇപ്പോൾ ഉള്ളത് സെക്കൻഡ് കാർബൺ ആറ്റത്തിലാണെങ്കിൽ ഫസ്റ്റ് കാർബണിലേക്ക് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ 2 2 എന്നുള്ളതിന് പകരം 3 1 എന്നുള്ള വിധത്തിൽ ഇംബാലൻസ്ഡ് ആയിട്ട് ഡിഫറെൻറ്റ് ആൽക്കൈൽ ഗ്രൂപ്പിലേക്ക് മാറ്റാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ തന്നിരിക്കുന്ന കോമ്പൗണ്ടിൻ്റെ മെറ്റാമർ എഴുതുന്നത്. മെറ്റാമറിസം എന്ന് പറഞ്ഞാൽ ഒരു ബൈവാലൻ്റ് ആയിട്ടുള്ള ഒരു ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ രണ്ട് സൈഡിലെയും ഡിഫറെൻറ്റ് ആൽക്കൈൽ ഗ്രൂപ്പ്സ് അറ്റാച്ച് ചെയ്ത് വരുമ്പോൾ ആ കോമ്പൗണ്ട്സ് തമ്മിലുള്ള ആ തരം ഐസോമെറിസം മോളിക്കുലർ ഫോർമുല സെയിം ആയിരിക്കും. ഓൺലി അറ്റാച്ച് ചെയ്ത് വന്നിരിക്കുന്ന ആൽക്കൈൽ ഗ്രൂപ്പ് ഒരെണ്ണത്തിൽ സെയിം തന്നെ ആയിരിക്കും, മറ്റേ കോമ്പൗണ്ടിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൽക്കൈൽ ഗ്രൂപ്പ് ആയിരിക്കും. അങ്ങനെയുള്ള കോമ്പൗണ്ട് ആകുമ്പോൾ മെറ്റാമറിസം എന്ന് പറയും. ബൈവാലൻറ്റിനുള്ള അടുത്ത എക്സാമ്പിളാണ് കീറ്റോൺ ഗ്രൂപ്പും ബൈവാലൻ്റ് തന്നെയാണ്. അപ്പോൾ അതിനും ഈ മെറ്റാമറിസം കാണിക്കാൻ പറ്റും. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പായ OH അത് ബൈവാലൻ്റ് അല്ല. ഒരു വാലൻസിയേ ഉള്ളൂ OHന്. അത് ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് മാത്രമാണ് ഈ ഫങ്ഷണൽ ഗ്രൂപ്പിലേക്ക് ലിങ്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ബൈവാലൻ്റ് അല്ലാത്ത ഫങ്ഷണൽ ഗ്രൂപ്പിന് മെറ്റാമറിസം കാണിക്കാൻ പറ്റില്ല. അപ്പോൾ വൺ വേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം. ഇനി ഈ ആദ്യത്തെ കോമ്പൗണ്ടിൽ നമുക്ക് ഈ പൊസിഷൻ മാറ്റി, ഈ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പൊസിഷൻ നമുക്ക് സെക്കൻഡ് കാർബണിൽ നിന്ന് മാറ്റി ഫസ്റ്റ് കാർബണിലേക്ക് മാറ്റിയാൽ നമുക്ക് ഇതിൻ്റെ മെറ്റാമർ കിട്ടും. ഫസ്റ്റ് കാർബണിലേക്ക് പൊസിഷൻ മാറ്റി കഴിയുമ്പോഴേക്കും 2 2 എന്നുള്ളതിന് പകരം 3 1 എന്നുള്ള വിധത്തിലേക്ക് ആൽക്കൈൽ ഗ്രൂപ്പ് നമ്പർ ഓഫ് കാർബൺസ് മാറ്റി കിട്ടി. അപ്പോൾ ഇതൊരു മീഥൈൽ ഗ്രൂപ്പും കിട്ടി, ഇവിടെ ഒരു പ്രൊപ്പൈൽ ഗ്രൂപ്പും കിട്ടി. അപ്പോൾ ഇതിൻ്റെ പേരാണ് മെത്തോക്സി പ്രൊപ്പൈൻ ആണ് ഈ തന്നിരിക്കുന്ന എത്തോക്സി ഈഥൈൻ്റെ ഒരു മെറ്റാമർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമുക്ക് 2 ഹൈഡ്രോകാർബൺസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഹൈഡ്രോകാർബണിൽ CHO ആൽഡിഹൈഡ് ഗ്രൂപ്പാണ് ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് വന്നിരിക്കുന്നത്. സെക്കൻഡ് ഹൈഡ്രോകാർബണിൽ കീറ്റോൺ CO ഗ്രൂപ്പാണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ IUPAC നെയിം ഓഫ് ദ ഫസ്റ്റ് കോമ്പൗണ്ട്. ഫസ്റ്റ് കോമ്പൗണ്ടിൻ്റെ IUPAC നെയിം കാണാൻ നമ്മൾ ആദ്യം നോക്കുക. ഫങ്ഷണൽ ഗ്രൂപ്പ് CHO ആണ്.
അപ്പോൾ ആൽഡിഹൈഡ് ഗ്രൂപ്പ്. അപ്പോൾ IUPAC നെയിം അവസാനിക്കേണ്ടത് ആൽ വെച്ചിട്ടാണ്. പിന്നെ ഏതാണ് റൂട്ട് വേർഡ് കണ്ടുപിടിക്കാൻ എത്ര കാർബൺ ആറ്റം ഉണ്ടെന്ന് നോക്കാം. 1 2 3 4 5. അപ്പോൾ പെൻറ്റ് 1 ആൽ അല്ലെങ്കിൽ പെൻറ്റൻ ആൽ, അതാണ് IUPAC നെയിം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദീസ് ടു കോമ്പൗണ്ട്സ് ആർ ഐസോമേഴ്സ്. വൈ? ഈ രണ്ട് കോമ്പൗണ്ട്സും ഐസോമേഴ്സ് ആണ്, എന്തുകൊണ്ടാണ് എന്ന്. ഈ രണ്ടിൻ്റെയും നമ്മൾ മോളിക്കുലർ ഫോർമുല നോക്കി. രണ്ടിലും നമ്പർ ഓഫ് കാർബൺ ആറ്റവും ഹൈഡ്രജൻ ആറ്റവും ഓക്സിജൻ ആറ്റവും എല്ലാം നോക്കുമ്പോൾ C5H10O ആണ് ഈ രണ്ട് കോമ്പൗണ്ടിൻ്റെയും മോളിക്കുലർ ഫോർമുല. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം ഫങ്ഷണൽ ഗ്രൂപ്പിൽ മാത്രമാണ്. അപ്പോൾ മോളിക്കുലർ ഫോർമുല സെയിമും ഫങ്ഷണൽ ഗ്രൂപ്പ് ഡിഫറെൻറ്റും ആകുമ്പോൾ അത് ഐസോമേഴ്സ് ആണ്, ഫങ്ഷണൽ ഐസോമേഴ്സ് ആണ്. വാട്ട് ടൈപ്പ് ഓഫ് ഐസോമറിസം ദീസ് കോമ്പൗണ്ട്സ് എക്സിബിറ്റ്സ്? ഫങ്ഷണൽ ഐസോമറിസം. ഫങ്ഷണൽ ഗ്രൂപ്പിൽ മാത്രമാണല്ലോ വ്യത്യാസമുള്ളത്. ഇനി റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദ പൊസിഷൻ ഐസോമർ ഓഫ് ദ സെക്കൻഡ് കോമ്പൗണ്ട്. ഈ സെക്കൻഡ് കോമ്പൗണ്ടിൻ്റെ പൊസിഷൻ ഐസോമർ കണ്ടുപിടിക്കുക. അതായത് ഈ CO എന്നുള്ള ഈ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പൊസിഷൻ മാറ്റുക. ഒരു എക്സാമ്പിൾ നമുക്ക് ഇപ്പോൾ സെക്കൻഡ് കാർബൺ ആറ്റത്തിൽ കീറ്റോൺ ഗ്രൂപ്പ് ഉള്ളത് നമുക്ക് തേർഡ് കാർബൺ ആറ്റത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അപ്പോൾ മോളിക്കുലർ ഫോർമുല ഒന്നും മാറില്ല. അപ്പോൾ പൊസിഷൻ ഐസോമർ. അപ്പോൾ ഐസോമറിസം മോളിക്കുലർ ഫോർമുല സെയിം ആയിട്ട് നിൽക്കും. പൊസിഷൻ മാറ്റുമ്പോൾ അതിൻ്റെ സ്ട്രക്ചർ മാറ്റും. അത് പൊസിഷൻ ഐസോമർ. അതായത് ഈ സെക്കൻഡ് പൊസിഷനിൽ നിന്നും CO ഗ്രൂപ്പ് നമുക്ക് തേർഡിലേക്ക് മാറ്റി. അപ്പോൾ കിട്ടുന്ന കോമ്പൗണ്ട് ഇത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, നമുക്ക് 6 കോമ്പൗണ്ട്സ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് ഐസോമെറിക് പെയർസ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ഇനി ഏത് ടൈപ്പ് ഓഫ് ഐസോമെറിസമാണ് ഈ കോമ്പൗണ്ട്സ് തമ്മിൽ കാണിച്ചിരിക്കുന്നതെന്ന് എക്സ്പ്ലിസിറ്റ് ആയിട്ട് അതും ചോദിച്ചിട്ടുണ്ട്. ഇത്തരം ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിന് നമുക്ക് IUPAC നെയിമാണ് തന്നിരിക്കുന്നത്. IUPAC നെയിം നോക്കിയിട്ട് ഡയറക്റ്റായിട്ട് നമ്മൾ ഐസോമേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാന്നുള്ളത് ഇത്തിരി എളുപ്പമല്ല. അപ്പോൾ അതിന് വഴി ആദ്യം ഈ IUPAC നെയിം ഉപയോഗിച്ച് നമ്മൾ സ്ട്രക്ചറൽ ഫോർമുല കംപ്ലീറ്റ് ചെയ്യും. എന്നിട്ട് അതിൽ നിന്ന് മോളിക്കുലർ ഫോർമുല എഴുതും. എന്നിട്ട് മോളിക്കുലർ ഫോർമുല സെയിം ആയിട്ട് ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സ് ആയിട്ട് വരുമ്പോൾ നമ്മളത് ഐസോമേഴ്സ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യും. അപ്പോൾ ആദ്യത്തെ കോമ്പൗണ്ട് എടുക്കാം, മെത്തോക്സിപ്രൊപ്പൈൻ. മെത്തോക്സിപ്രൊപ്പൈൻ ആൽക്കോക്സി ആൽക്കെയിൻ OR ഗ്രൂപ്പാണ് ഇതിലെ ഫങ്ഷണൽ ഗ്രൂപ്പായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? മെത്തോക്സി എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായി, ഷോർട്ടായിട്ടുള്ള ആൽക്കൈൽ ഗ്രൂപ്പ് മീഥൈൽ ഗ്രൂപ്പാണ്. അപ്പോൾ ഷോർട്ടായിട്ട് O വരച്ചു. Oയ്ക്ക് ഒരു സൈഡിൽ മീഥൈൽ ഗ്രൂപ്പ് ആഡ് ചെയ്തു. ഇനി പ്രൊപ്പൈൻ ആണ് നെക്സ്റ്റ് ആൽക്കൈൽ ഗ്രൂപ്പ്. അപ്പോൾ അടുത്ത സൈഡിൽ 3 കാർബൺ ആറ്റമുള്ള ചെയിൻ വരച്ചു. ഇങ്ങനെ സ്ട്രക്ചറൽ കോമ്പൗണ്ട് കംപ്ലീറ്റ് ചെയ്തു. ഇനി മോളിക്കുലർ ഫോർമുല എത്ര കാർബൺ ആറ്റം ഉണ്ട്, എത്ര ഹൈഡ്രജൻ ആറ്റം ഉണ്ടെന്ന് കൗണ്ട് ചെയ്തിട്ട് C4H10O കംപ്ലീറ്റ് ചെയ്തു മോളിക്കുലർ ഫോർമുല. നെക്സ്റ്റ് കോമ്പൗണ്ട് 2,3 ഡൈമീഥൈൽ ബ്യൂട്ടൈൻ. ബ്യൂട്ടൈൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് 4 കാർബൺ ആറ്റം ഉണ്ട്. 4 കാർബൺ ആറ്റമുള്ള ചെയിൻ വരയ്ക്കുക. അതിൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും കാർബൺ ആറ്റത്തിൽ മീഥൈൽ ഗ്രൂപ്പ് ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ആദ്യം 4 കാർബൺ ആറ്റമുള്ള ചെയിൻ വരച്ചു. 2ൽ ഒരു CH3, 3ൽ ഒരു CH3 മീഥൈൽ ഗ്രൂപ്പ് കൊടുത്തു. സ്ട്രക്ചർ കംപ്ലീറ്റ് ചെയ്തു. ഇതിൻ്റെ മോളിക്കുലർ ഫോർമുല നോക്കുമ്പോൾ C കാർബൺ 6 ഉണ്ട്, ഹൈഡ്രജൻ 14 ഉണ്ട്. ഇനി നെക്സ്റ്റ് കോമ്പൗണ്ട് പ്രൊപ്പാൻ 1 ഓൾ. പ്രൊപ്പാൻ 1 ഓൾ. ഓൾ എന്ന് പറയുമ്പോൾ OH ഗ്രൂപ്പാണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. 1 എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ കാർബൺ ആറ്റത്തിൽ തന്നെയാണ് OH ഫങ്ഷണൽ ഗ്രൂപ്പ് ഉള്ളതെന്നും എഴുതി. അപ്പോൾ ആ അടിസ്ഥാനത്തിൽ CH3 CH2 CH2 OH എന്ന് അതിൻ്റെ സ്ട്രക്ചറൽ ഫോർമുല കംപ്ലീറ്റ് ചെയ്തു. മോളിക്കുലർ ഫോർമുല C3H8O. അടുത്ത കോമ്പൗണ്ട് എത്തോക്സി ഈഥൈൻ. ഇതും ഒരു ആൽക്കോക്സി ആൽക്കെയിൻ OR ഗ്രൂപ്പാണ്. രണ്ട് സൈഡിലും ഈഥൈൽ ഗ്രൂപ്പ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ Oയ്ക്ക് ഒരു സൈഡിൽ CH2 CH3, ഈ സൈഡിലും CH2 CH3, ദാറ്റ് ഈസ് എത്തോക്സി ഈഥൈൻ. അതിൻ്റെ മോളിക്കുലർ ഫോർമുല C4H10O. ഇനി നെക്സ്റ്റ് കോമ്പൗണ്ട് പ്രൊപ്പാൻ 2 ഓൾ. പ്രൊപ്പാൻ 2 ഓൾ. ഓൾ എന്ന് പറയുമ്പോൾ OH ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിൻ്റെ സെക്കൻഡ് കാർബൺ ആറ്റം ആണെന്ന് മനസ്സിലായി. പ്രൊപ്പാൻ പറയുമ്പോൾ 3 കാർബൺ ആറ്റമാണ് ചെയിനിലുള്ളത്. 3 കാർബൺ ആറ്റത്തിൽ സെക്കൻഡ് കാർബൺ ആറ്റത്തിൽ ഒരു OH ഗ്രൂപ്പുള്ള ഒരു പ്രൊപ്പാൻ 2 ഓൾ. സ്ട്രക്ചർ വരച്ചു. മോളിക്കുലർ ഫോർമുല എടുത്തെഴുതി C3H8O. ഇനി ഹെക്സൈൻ. ഹെക്സൈൻ അതൊരു ആൽക്കെയിൻ ആണ്. ഹെക്സ് പറയുമ്പോൾ 6. അപ്പോൾ 6 കാർബൺ ആറ്റമുള്ള ഒരു കാർബൺ ചെയിൻ വരച്ചു.
ഒന്നുമില്ലെങ്കിൽ നമുക്ക് കാർബണിൻ്റെ വാലൻസി 4 എന്നുള്ള അടിസ്ഥാനത്തിൽ കംപ്ലീറ്റ് ചെയ്യാം. അല്ല ഇതൊരു പ്ലെയിൻ ഒരു ആൽക്കെയിൻ ആണ്. ആൽക്കെയിൻ്റെ CnH2n+2 എന്നുള്ള അടുത്തിൽ ഹൈഡ്രജനും കിട്ടി. മോളിക്കുലർ ഫോമുല സ്ട്രക്ചറൽ ഫോമുല കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന എല്ലാ IUPACനെയും തന്നിരിക്കുന്ന കോമ്പൗണ്ട്സിൻ്റെ എല്ലാം സ്ട്രക്ചറും കിട്ടി, ഓരോന്നിൻ്റെയും മോളിക്കുലർ ഫോമുലയും കിട്ടി. ഇനി നമുക്ക് മോളിക്കുലർ ഫോമുല ഐസോമേഴ്സ് ആണെങ്കിൽ മോളിക്കുലർ ഫോമുല സെയിം ആയിരിക്കണം, സ്ട്രക്ചേഴ്സ് മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ. ആദ്യത്തെ കോമ്പൗണ്ട് നോക്കുമ്പോൾ C4H10O, എത്തോക്സി ഈഥേനും C4H10O, അതായത് മോളിക്കുലർ ഫോമുല സെയിം ആണ്, പക്ഷേ ഇതിനകത്തെ സ്ട്രക്ചർ വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ എയും ഡിയും ഐസോമേഴ്സ് ആണ്, ഐസോമെറിക് പെയേഴ്സ് ആണ്. ഇത് തമ്മിലുള്ള ഐസോമേഴ്സ് എന്ത് ടൈപ്പ് ഓഫ് ഐസോമെറിസമാണ്? മെറ്റാമറാണ്. കാരണം നമ്മൾ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു, ഈ OR ഗ്രൂപ്പിൻ്റെ രണ്ട് സൈഡിലും ഡിഫറെൻ്റ് ആയിട്ട് വന്നാൽ ഈ സൈഡിൽ രണ്ടും സെയിം ആയിട്ടുള്ള ആൽക്കൈൽ ഗ്രൂപ്പാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് കോമ്പൗണ്ടുകളും മെറ്റാമേഴ്സിന് എക്സാമ്പിളാണ്. ഇനി അടുത്ത കോമ്പൗണ്ട് നോക്കുകയാണെങ്കിൽ C6H14 ആണ് മോളിക്കുലാർ ഫോമുല. C6H14 ഉള്ള വേറെ ഏത് കോമ്പൗണ്ടാണ് ഈ ഗ്രൂപ്പിലുള്ളത്? ഹെക്സെയിൻ, C6H14. അതായത് 2,3-ഡൈമീഥൈൽ ബ്യൂട്ടൈനും ഹെക്സെയിനും മോളിക്കുലാർ ഫോമുല സെയിം ആണ്, പക്ഷേ സ്ട്രക്ചർ വ്യത്യാസമുണ്ട്. ഇത് ബ്രാഞ്ചിലാണ്, ഇത് പ്ലെയിൻ ചെയിൻ ആണ്. അപ്പോൾ ചെയിൻ ഐസോമെറിസത്തിൻ്റെ എക്സാമ്പിളാണ്. തേർഡ് കോമ്പൗണ്ട് പ്രൊപ്പാൻ 1-ഓളും പ്രൊപ്പാൻ 2-ഓളും. മോളിക്കുലാർ ഫോമുല C3H8O ആണ്. ഈ രണ്ടിലെയും പൊസിഷൻ ഓഫ് ദ ഫങ്ഷണൽ ഗ്രൂപ്പാണ് വ്യത്യാസമായിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും പൊസിഷൻ ഐസോമേഴ്സിന് എക്സാമ്പിളാണ്. ഇങ്ങനെ IUPAC നെയിമിൽ നിന്ന് സ്ട്രക്ചറൽ ഫോമുല എഴുതി, അത് കഴിഞ്ഞിട്ട് മോളിക്കുലാർ ഫോമുല എഴുതി. അത് മോളിക്കുലാർ ഫോമുല സെയിം ആണെങ്കിൽ സ്ട്രക്ചേഴ്സ് ഡിഫറെൻ്റ് ആയി വരുമ്പോൾ അതിനെയാണ് ഐസോമെറിക് പെയേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ഈ എല്ലാ ഡീറ്റെയിൽസും ഐസോമെറിക് പെയേഴ്സിൻ്റെ ഒരു ടാബുലർ ഫോമിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. കോമ്പൗണ്ട് 1, കോമ്പൗണ്ട് 2 ഐസോമെറിസം. ഏത് രണ്ട് കോമ്പൗണ്ടുകൾ ആണ് ഐസോമെറിക് പെയേഴ്സ് ആയിരിക്കുന്നത്? അത് ടൈപ്പ് ഓഫ് ഐസോമെറിസം. ഫസ്റ്റിൽ മെത്തോക്സി പ്രൊപ്പൈൻ ആൻഡ് എത്തോക്സി ഇഥൈൻ, അത് രണ്ടും മെറ്റാമറിന് എക്സാമ്പിളാണ്. കാരണം ഈ OR ഗ്രൂപ്പിൻ്റെ ഫസ്റ്റ് കോമ്പൗണ്ടിൽ ഡിഫറെൻറ്റ് ആൽക്കൈൽ ഗ്രൂപ്പ്സ് ആണ് ഓരോ സൈഡിലുള്ളത്. സെക്കൻഡ് കോമ്പൗണ്ടിൽ സെയിം ആൽക്കൈൽ ഗ്രൂപ്പാണ്. അപ്പോൾ അതിനെ നമ്മൾ മെറ്റാമർ എന്നാണ് പറയുന്നത്. ഇനി 2,3-ഡൈമീഥൈൽ ബ്യൂട്ടൈൻ C6H14, അതും ഹെക്സെയിനും ചെയിൻ ഐസോമെറിസത്തിൻ്റെ എക്സാമ്പിളാണ്. പ്രൊപ്പാൻ 1-ഓൾ ആൻഡ് പ്രൊപ്പാൻ 2-ഓൾ പൊസിഷൻ ഐസോമെറിസം, അതായത് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പൊസിഷനാണ് വ്യത്യാസമായിരിക്കുന്നത്. പാലക്കാട് നിവാസികളെ ടോപ്പ് ട്യൂഷന്റെ ക്ലാസ് റൂം ട്യൂഷനിലേക്കും സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ ഡീറ്റെയിൽസിനായി ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്